നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വ്യാഴാഴ്ച തിരൂരിലെ സ്വകാര്യ ബസ്സുകളിൽ കണ്ടക്ടർമാർ യാത്രക്കാരുടെ മുന്നിലെത്തുക ബക്കറ്റുകളുമായി. ടിക്കറ്റ് തുകയ്ക്കൊപ്പം കാരുണ്യ തുട്ടുകൾ കൂടി തേടിയാണ് കണ്ടക്ടർമാർ യാത്രക്കാരെ സമീപിക്കുക. ബക്കറ്റിൽ ലഭിക്കുന്ന തുക വയനാടിന് കൈത്താങ്ങാകാൻ മാറ്റിവെക്കും. താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 50ലേറെ ബസ്സുകളാണ് വ്യാഴാഴ്ച കാരുണ്യയാത്ര ഒരുക്കി വയനാടിന്റെ കണ്ണീരൊപ്പാൻ നാടിനൊപ്പം രംഗത്തിറങ്ങുന്നത്. ഈ ബസ്സുകളുടെ ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി മാറ്റിവെക്കാനാണ് തീരുമാനം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് താലൂക്ക് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. യാത്രക്കാർക്ക് ടിക്കറ്റ് തുകയോ അതിലധികം വരുന്ന തുകയോ ബക്കറ്റിൽ നിക്ഷേപിക്കാം. തിരൂർ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന 50ലേറെ ബസ്സുകളാണ് കാരുണ്യയാത്രയിൽ പങ്കാളികളാകുക. യാത്രയ്ക്കാവശ്യമായ ബക്കറ്റുകളും ബാനറുകളും ഉൾപ്പെടെ അസോസിയേഷനാണ് നൽകുന്നത്. ഇവയുടെ വിതരണം അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് മജീദ് മൈബ്രദർ നിർവഹിച്ചു. ബാബു ഇന്ത്യൻ ഏറ്റുവാങ്ങി. താലൂക്ക് സെക്രട്ടറി ഷറഫുദ്ദീൻ, ട്രഷറർ അരവിന്ദൻ വഴുതക്കാട്, കോയ മീക്കാത്ത്, ഷാനവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട്ടിൽ 25 വീടുകൾ നിർമ്മിക്കാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തിരൂരിൽ കാരുണ്യയാത്ര ഒരുക്കുന്നത്. രാവിലെ മുതൽ ആരംഭിക്കുന്ന കാരുണ്യയാത്ര എല്ലാ ബസ്സുകളുടെയും അവസാന ട്രിപ്പ് വരെ തുടരും. ഔപചാരിക ഉദ്ഘാടനം രാവിലെ 8:30 തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടക്കും. നമ്മുടെ സമാനതകളില്ലാത്ത ദുരന്തമാണ് നമ്മുടെ വയനാട് ജില്ലയിൽ ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരം തിരൂർ താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ നാളെ കാരുണ്യയാത്ര നടത്തുന്നതിന്റെ ഒരുക്കത്തിലാണ്. കേരളത്തിലെ എല്ലാ മേഖലയിലും പ്രസിദ്ധ തിരൂരിലും അതിന്റെ ഒരുക്കങ്ങളാണ്. അതിന്റെ വിതരണ ബക്കറ്റും ഫ്ലക്സും വിതരണ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. നാളെ എല്ലാ ആളുകളും നമ്മുടെ ഒരു ദിവസത്തെ വേതനം ആ കാരുണ്യനിധിയിലേക്ക് 25 വീടുകൾ സംസ്ഥാന കമ്മിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് നല്ലവരായ മെമ്പർമാരുടെയും നല്ലവരായ ഞങ്ങളുടെ യാത്രക്കാരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഇതുമായി സഹകരിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ തൊഴിലാളികൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി വലിയ 25 വീടുകൾക്ക് അധികം നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു സഹായ സഹകരണങ്ങൾ നല്ലവരായ എല്ലാ ഉടമകളോടും അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രക്കാരോടും വിദ്യാർത്ഥികളോടും നാളെ എല്ലാ വിദ്യാർത്ഥികളും ഒരു ചെറിയ സംഖ്യ നിങ്ങളെ പോക്കറ്റ് ഇട്ടുകൊണ്ടായിരിക്കണം യാത്രക്ക് പുറപ്പെടേണ്ടത്. നിങ്ങളുടെയും കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളി ആയിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് നിങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തം വേണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ബസ് ഉടമകൾ 3,11,500,000 രൂപയോളം സംസ്ഥാന ഗവൺമെന്റിന് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ചുകൊടുത്ത പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഈ 25 വീടുകളും നമുക്ക് നല്ല ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നിങ്ങളെപ്പോലത്തുള്ള നമ്മുടെ മറ്റ് സഹോദരങ്ങളായ ഉടമകളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും താലൂക്ക് കമ്മിറ്റിയൊക്കെ ഈ തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നാളെ ഇതോട് ബന്ധപ്പെട്ട് രാവിലെ യാത്ര തുടങ്ങുന്ന ബസ്സുകൾ രാത്രി തന്നെ കാരുണ്യ നീതിയിലേക്ക് ഫണ്ട് സ്വരൂപിക്കുമെങ്കിലും കാലത്ത് 8:30 ഔപചാരികമായ ഫ്ലാഗ് ഓഫ് കർമ്മം നമ്മുടെ പ്രിയങ്കരനായ തിരൂരിൻ്റെ ജോയിന്റ് RTO ബക്കർ സാറാണ് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലാഗ് ഓഫ് കർമ്മം ചെയ്യുന്നത് നമ്മുടെ തിരൂരിലെ CI അവർകളാണ്. അപ്പോൾ ആ പരിപാടിയിലേക്കും എല്ലാ ഉടമകളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇതുമായി സഹകരിക്കുന്നതും ഇനി സഹകരിക്കാൻ ഇനിയും ഒരുപാട് അംഗങ്ങളുണ്ട്. അവരെല്ലാവരെയും ഇതിൻ്റെ കയ്യൊപ്പ് ചാർത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം, വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജാൻ മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.